ഗൈസ്, നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വാവക്കുട്ടി പ്ലേ സ്കൂളിൽ പോവാൻ പോകും. അച്ഛന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ കരിമ്പ് ജ്യൂസ് വേണോ? നാളെ ഏട്ടുവിന്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. ഏട്ടുവിന്റെ ബർത്ത്ഡേ ആകുമ്പോൾ പറയാം, വാവ ആദ്യമായിട്ട് അംഗനവാടിയിൽ പോയ ദിവസം അല്ലേ. അപ്പോൾ ഏട്ടുവിന്റെ കേക്കൊക്കെ വാങ്ങിച്ച് വാവയുടെ അഡ്മിഷനും എടുത്ത് ഞാനും വാവയും കൂടി യൂണിഫോമും ബാഗൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ. അതിന്റെ സന്തോഷപ്രകടനമാണ് ഈ കാണുന്നത്. പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ എന്തൊക്കെയോ സന്തോഷവും സങ്കടവും മിക്സ് ഇമോഷനായിരുന്നു. ഇത് വാവ സ്കൂളിൽ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. സ്കൂളെന്ന് പറഞ്ഞാൽ പ്ലേ സ്കൂള്. എനിക്കിങ്ങനെ ആകെ എന്തോ പോലെ ആവായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് 2 വർഷവും 4 മാസമായി അവൾക്കിപ്പം. അപ്പോൾ സ്കൂളിലേക്കൊക്കെ പോവുക, എന്നെ വിട്ടിട്ട് വേറൊരു ആളത്തേക്ക് പോവുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുക. അതിനൊക്കെ സന്തോഷം ഉണ്ടെങ്കിൽ പോലും എവിടേക്കോ ഒരു വിഷമം. അയ്യോ, ഇത്ര പെട്ടെന്ന് വലുതാവണ്ടായിരുന്നു, അല്ല നന്നായി വലുതായത്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു വല്ലാത്തൊരു ഇമോഷൻസ്. അമ്മ എന്നെ ചീത്ത അറിയായിരുന്നു, എന്തിനീ കിടന്ന് കരയണേന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഈ കാര്യത്തിൽ ഇമോഷണലി ഭയങ്കര വീക്കാണ്. വാവയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ രാത്രിയിലത്തെ സീൻ എൻ്റെ റൂമിനകത്ത് ഇങ്ങനെയായിരുന്നു കേട്ടോ. രാത്രി 4 മണിക്ക് കാണുന്ന കാഴ്ചയാണ് ഇത്. എനിക്ക് ഇത് ഉറക്കം വരുന്നത് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുന്ന ഒരു സ്റ്റേജിലും കൂടിയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പം എല്ലാം കൂടി ഒരു ചലഞ്ചിങ് ഫേസ് ആണ്. ഒരു ആസ് എ മദർ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടൈമാണ്. പിന്നെ തലേ ദിവസം വാവയുടെ ബുക്കിനകത്ത് പേരൊക്കെ എഴുതി സെറ്റാക്കിയിട്ട് വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. അപ്പം അതൊക്കെ ഇരുന്ന് എഴുതലാണ്. എനിക്കിങ്ങനെ എന്തൊക്കെയോ പോലെ തോന്നിയായിരുന്നു. ഇവളിപ്പോഴും വലുതായേ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. അതുമാത്രമല്ല, എനിക്കൊരു കുറ്റബോധമുണ്ട്. ലൈക്ക് ഞാൻ ഒരുപാട് നേരത്തെ ആയോ അങ്ങനത്തെ ഒരു ഫീലും കൂടി എനിക്കുണ്ട്. പക്ഷെ മുംബൈയുടെ ഇതിൽ അത് നേരത്തെ അല്ല. 2-2.5 വയസ്സിൽ ഇവിടെ പ്രീ സ്കൂളിൽ ചേർത്തും, അതായത് പ്ലേ സ്കൂളിൽ അംഗനവാടിയിൽ ചേർത്തും. 3 വയസ്സിൽ നഴ്സറി, അതുപോലെ 4 വയസ്സിൽ LKG, 5 വയസ്സിൽ UKG കഴിയുമ്പോൾ 6-ാം വയസ്സിൽ കുട്ടികൾക്ക് 1-ാം ക്ലാസ്സിൽ ചേരാൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. ഇന്നത്തെ ദിവസം ഇങ്ങനെ നേരത്തെ കിടക്കണം എന്ന് വിചാരിച്ചതാ. എവിടെന്ന് ടിഫിൻ ബോക്സ് ഒക്കെ ഉണക്കി ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ടൈമായി. സമയത്രയെന്നറിയോ? സമയത്ര അറിയോ? 12:30. ആ, നാളെ കാലത്ത് പോണം. ഇനി തൊട്ട് എല്ലാ ദിവസവും നേരത്തെ ഉറങ്ങണം. ഇങ്ങനെ 12:30 ഉറങ്ങിയിട്ടൊന്നും പറ്റില്ല. നേരത്തെ 9 മണിക്ക് ഉറങ്ങണം കേട്ടാ. ഓക്കെ. രാവിലെ എണീറ്റതും കുളിച്ച് വിളക്ക് കൊളുത്തി ടിഫിൻ ബോക്സ് നിറയ്ക്കുന്ന പരിപാടിയിലേക്ക് കടന്നു. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒരു ആപ്പിൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തതാണ് ടിഫിൻ ബോക്സ് കേട്ടോ. കാരണം ആകെ 3 മണിക്കൂറുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തു വിടാണല്ലോ. അത് കഴിഞ്ഞ് ഒരു 11 മണി സമയത്ത് ടീച്ചേഴ്സ് അവിടെ ഇരുത്തി കൊടുക്കലായിരിക്കും പരിപാടി. വാവയെ ഞങ്ങൾ 7:15 ആയപ്പോഴേക്കും വിളിക്കാനായിട്ട് ശ്രമിച്ചു കേട്ടോ. കാരണം 9 മണി 10 മണി ആവും എണീക്കാൻ. പാവം തോന്നി ഉറങ്ങണ കണ്ടിട്ട്. ഈ അച്ഛനിഷ്ടാണോ? അച്ഛനീശാനോ? ഉറക്കളപ്പിച്ച് പാട്ടുകള്. അമ്മീഷ. ഗുഡ് മോർണിംഗ്.
ബലൂണൊക്കെ ഉണ്ടല്ലോ കയ്യില്. സ്കൂളിൽ പോണ്ടേ വാവ? സ്കൂളിൽ പോണ്ടേ? ആ വാവ സ്കൂളിൽ പോണ്ടേ മോളെ? അമ്മൂമ്മ അപ്പുറത്ത് അടുക്കളയിൽ ചിരിക്കണു. എനിക്കിനി നാളെ കുഞ്ഞുമോളെ ഇക്കിലാക്കട്ടെ. അമ്മ ഇക്കിലാക്കാൻ പോവാട്ടോ. ഉമ്മ ഉമ്മ. ഹായ്. എന്താ പറയണേ? നല്ല കുട്ടിയായിട്ട് പച്ചനട്ടാ. ഗുഗലായിട്ട് പച്ചനട്ടാ. ഓക്കെ കളിക്കാൻ പോണോ? ടീച്ചർ പറഞ്ഞേ വാവേനെ അതൊന്നും ഇടാൻ പാടില്ലാന്ന്. ഓക്കെ കുളിക്കണ്ടേ? കുളിക്കണം, ബ്രഷ് ചെയ്യണം, കുളിക്കണം. ടാർസന്റെ പോലെ ഉണ്ട് കാണാൻ. ശരിക്കും ഭാവം തോന്നിട്ടോ അവളെ ഏൽപ്പിച്ചപ്പോ. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഏൽപ്പിച്ചു. കുളിപ്പിച്ചു, പല്ലൊക്കെ തേപ്പിച്ചു, സെറ്റാക്കി അവളെ. അവൾക്ക് എന്നാലൊരു ബോധം വരുന്നുണ്ടായിരുന്നില്ല. അവള് ഭയങ്കര ഉറക്കം തൂങ്ങിയായിരുന്നു. ഉറക്കം മതിയാൻ വേണ്ടേ, കാരണം രാത്രിയും ലേറ്റ് ആയല്ലോ കിടക്കാൻ. ഈ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുളി കഴിഞ്ഞിട്ടും കിടന്ന് ഉറങ്ങായിരുന്നു. ആമക്കുഞ്ഞനോ കുഞ്ഞിലം ഭാവി കഥ കേട്ട് മെല്ലെ നീ പൂട്ടി. എന്താ ഞാൻ ഇത് കഴിച്ചോ? ഇഡ്ലി പഞ്ചാര. ആ പാടിക്കോളാം. ഭാഗ്യത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വലിയ മടിയുണ്ടായിരുന്നില്ല. ഒരു ഇഡ്ലിയും പഞ്ചാരയും പിന്നെ ഒരു അരക്കപ്പ് പാലും കുടിച്ച് ആള് സെറ്റായി. അമ്മയാണ് കേട്ടോ വാവയ്ക്ക് മുടി കെട്ടി കൊടുത്തത്. അമ്മ നല്ല രസമായിട്ട് മുടി കെട്ടി കൊടുക്കും. എന്നെക്കാളും നല്ല ആ വകച്ചിലൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടേ നല്ല രസമായിട്ട് കെട്ടി കൊടുക്കും. 2 പെൺപിള്ളേർക്ക് മുടി കെട്ടി കൊടുത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം അമ്മ ഇങ്ങനെ പറയായിരുന്നു, പണ്ട് സ്നേഹയ്ക്ക് അങ്ങനെ കെട്ടി കൊടുത്തതും എനിക്ക് കെട്ടി കൊടുത്തതും ആ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ തന്നെ ആ ബെഡിൽ തന്നെ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഒരു 2-3 ഫോട്ടോസ് എടുത്ത് വാവയെ കൊണ്ട് ഞങ്ങൾ ഓടി. എവിടെ? ഫിഷ് കണ്ടോ? ശരി പോവാം. കാത്തുഷിക്കണേ, ഞാൻ നന്നായിട്ട് കൊച്ചനെ മെടുക്കത്തി ആവണേ. അപ്പൊ സമയം നോക്കി തൊടു. ഗുരുവായൂരപ്പാ കാത്തോളണേ. കൃഷ്ണ ഗുരുവായൂരപ്പാ തൊടുത്തോളൂ. നമസ്കരിക്കും വാവ. നല്ല ബുദ്ധി തരണേ, കൊറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടണേ. ഈശ്വരന്മാരെ കൊറേ പാട്ടും കഥകളും ഒക്കെ പഠിക്കണേ. നല്ല ടീച്ചറാവണേ. നല്ല കുട്ടിയായിട്ട് കൊറേ ഫ്രണ്ട്സിനെ കിട്ടി, കൊറേ പാട്ടും കൊറേ കഥയൊക്കെ പഠിക്കാൻ പറ്റണേ അല്ലേ? ഇതെന്താ ഉറങ്ങാണോ നീ പ്രാർത്ഥിക്കണോ? അമ്മയ്ക്ക് മതിരോ? അമ്മ ഓടി വരാട്ടാ. അയ്യോ സ്കൂളിൽ പോവാനോ? കുപ്പി ഇതിലുണ്ട് കേട്ടാ, ബോട്ടില്. ഓക്കെ, ദാഹിക്കുമ്പോ ടീച്ചറോട് പറഞ്ഞാൽ മതി, ടീച്ചർ തരും കേട്ടാ വെള്ളം. ഓക്കെ. ആ മാമുണ്ട്, ആപ്പിളുണ്ട്, കാജുണ്ട്, ബദാമുണ്ട്, ഈന്തപ്പഴണ്ട്.
4 ഐറ്റംസ് ഉണ്ട്. ഓക്കെ, മുഴുവൻ കഴിച്ചിട്ട് വരണം. അമ്മ ഓടി വരാം കേട്ടോ. നന്നായി വരും കേട്ടോ. എഞ്ചോളൂ. മകളെ നന്നായി ശരിട്ടാ, പോയിട്ട് വരൂട്ടാ, നന്നായിട്ട് പറ്റൂട്ടാ. ഒക്കെ സൂക്ഷിക്കട്ടാ. അത്ര നേരം എനിക്ക് കൺട്രോൾ കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് റിയലൈസേഷൻ വരാൻ തുടങ്ങി. അയ്യോ, ഇപ്പൊ അവളവിടെ വിട്ടിട്ട് വരണല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരുമാതിരി മൂഡ് ഓഫ് ആവാൻ തുടങ്ങിയായിരുന്നു. അമ്മേന്റെ പറയൂ, കരയണ്ട, വേഗം വരാൻ പറയൂ. അമ്മ എന്തിനാ കരയണേ ചോദിക്കോ? ബുക്ക് കൊണ്ടുവരാൻ പിന്നെ ഉപ്പ് കൊണ്ടുവരാന്ന. അങ്ങനെ കുറേ ഉമ്മയൊക്കെ കൊടുത്ത് മനസ്സില്ലാ മനസ്സോടെ എന്നാ മൊത്തം മനസ്സോടു കൂടി അവളെ ഞാനവിടെ ആക്കി. ബൈ പറ. ബൈ ബൈ. ടാറ്റാ. ബൈ. ഉമ്മ ഉമ്മ തരൂ. ഉമ്മ 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 ലവ് യു. ലവ് യു ബാബാ. ഐ ലവ് യു. ഡി എന്തിനാ കരയണേ? എന്തിനാ കരയണേ? എന്തിനാ? അളുപ്പ് വരില്ലേ? 2 മണിക്കൂർ കഴിഞ്ഞാ വരില്ലേ? എന്തിനാ കരയണേ നീ? ഏയ്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഏയ്, ഇവിടെ നോക്ക്. എന്തിനാ കരയണേ? നേരെ വ്യൂ പോരാ പോരാ അച്ഛാ. എങ്ങനെയൊക്കെയോ ആ 3 മണിക്കൂർ തള്ളി നീക്കി ഞാൻ കൃത്യം 12 മണിക്ക് ഓടി ഭയങ്കര സ്പീഡില് ഫുള്ള് സന്തോഷത്തില് ഞാൻ അവളെ കാണാൻ വേണ്ടിട്ട് ഓടി ചെന്നു. ഇഷ്ടപ്പെട്ടോ ബാബയ്ക്ക്? നല്ല നല്ല സ്കൂളാണോ? സൂപ്പറാണോ? ഫ്രണ്ട്സ് ഉണ്ടോ ഭാവിക്ക്? ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ടോ? വേറെ കുട്ടികളെ പോലെ പോകുമ്പോൾ അവള് കരഞ്ഞൊന്നുമില്ല, പക്ഷെ അവളുടെ മുഖത്തൊരു ഹെൽപ്ലെസ് അവസ്ഥയായിരുന്നു. അമ്മ വരുന്നില്ല അമ്മ, അങ്ങനത്തെ ഒരു നോട്ടമായിരുന്നു. കരയാതെ കരയുന്നൊരു നോട്ടമില്ലേ, അങ്ങനത്തെ നോട്ടമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞ ആ ഒരു വിഷമമുള്ള ഒരു സംഭവം അങ്ങോട്ട് കടന്നു കിട്ടിയപ്പോൾ ഭയങ്കര ആശ്വാസവും സന്തോഷവും തോന്നി. പിന്നെ ഫുൾ എക്സൈറ്റ്മെന്റിൽ ഞാൻ അവളുടെ ഡബ്ബ തുറന്നു നോക്കി, അറിയണല്ലോ എന്തൊക്കെ കഴിച്ചു എന്ന്, എത്ര കഴിച്ചു എന്ന്. പിന്നെ ടീച്ചർ അവളുടെ ബാഗില് വിഹാന എന്ന് പറഞ്ഞ പേരൊക്കെ എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നതും നെയ്യൊക്കെ ഒഴിച്ച് വയർ നിറച്ച് മാമു കൊടുത്തു. പിന്നെ അമ്മ ഉണ്ടല്ലോ നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വിയൂട്ടിയുടെ ടീച്ചർ വീട്ടിയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വൈകുന്നേരം ഞങ്ങള് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. നോക്കട്ടെ. ഫോട്ടോ എടുത്തു കഴിഞ്ഞ വാവെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കി.
പിന്നെ ഞങ്ങൾ ഈ സ്ട്രീറ്റ് ഫുഡ് വൈബ് പിടിച്ച് അങ്ങനെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര കിടന്ന് നടന്നു. പിന്നെ ഞങ്ങളൊരു അടിപൊളി ടർക്കിഷ് കബാബ് കഴിക്കാൻ പോയേ. അവിടെ ഒരു സാലഡ് ഉണ്ടാക്കണ കണ്ടു. സോയാ സോസും ഒലീവ് ഓയിലും പിന്നെ ഏതോ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടൊരു സ്പെഷ്യൽ സാലഡ് ആയിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നേ. നല്ല അടിപൊളി ചൂട് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറിയുള്ളൂ. പക്ഷെ എന്നാലും ഒരു മഴയുടെ ഒരു മണമായിരുന്നു. നല്ല ഒരു മണ്ണിന്റെ മണല്ലേ. നെക്സ്റ്റ് ഡേ വേൾഡ് എൻവയോൺമെന്റ് ഡേ, ലോക പരിസ്ഥിതി ദിനം പ്രമാണിച്ച് ഭയങ്കര ചെടി നടലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഒരാള്. ഇത് നമുക്ക് വലുതാക്കണം അല്ലേ, വെള്ളം ഒഴിക്കണം അല്ലേ? ആ ശരി. ഈ കപ്പിനകത്ത് അവളെ കൊണ്ട് തന്നെ കടുക് മണികൾ നട്ടുവെച്ചേക്ക. അത് മുളപ്പിച്ചിട്ട് അവളെ കൊണ്ട് തന്നെ വെള്ളം ഒഴിപ്പിച്ച് അതിനെ വളർത്തി വലുതാക്കലാണ് അവളുടെ ഫസ്റ്റ് ഹോംവർക്ക്. അത് കുടിക്കാൻ കടുക്. ഇനി ഈ സെക്കൻഡ് ഡേ അവൾക്ക് കൊടുത്തത് ക്യാപ്സിക്കം ചീസൊക്കെ വെച്ചിട്ട് സ്റ്റഫ് ചെയ്തൊരു ചീസ് പറാട്ടയും പിന്നെ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ലഡു ആയിരുന്നു കേട്ടോ. ഇത്തിരിയൊക്കെ കഴിച്ചിട്ട് വന്നു. പൊട്ടിപ്പോയാ? അയ്യോ, ആരെ നീ ചീത്ത പറയണേ? ആരെ? അമ്മയാ? അമ്മ എന്താ ചെയ്യാ? എന്താ ചെയ്യണ അമ്മ? അതെന്താ അത് അമ്മൂമ്മയുടെ കയ്യില്? മുത്തശ്ശിയാ? അതെയോ? ചേട്ടൻ. പിന്നെ ചുട്ടു ചേർന്ന ഇതാരാ? ആരാത്? ഉമ്മ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. വാവയ്ക്ക് എത്ര ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു. എത്ര ഇഷ്ടപ്പെട്ടു. കുറെ ഇഷ്ടായോ കുറച്ച് ഇഷ്ടായോ? ടീച്ചർ വന്നു. ടീച്ചർ എന്ത് പറഞ്ഞു? ടീച്ചർ എന്ത് പറഞ്ഞു? ടീച്ചർ വന്നു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ടീച്ചർ എന്താ പറഞ്ഞു? വാവ ഇഷ്ടപ്പെട്ടു. വന്നു. അതെയോ? ടീച്ചർ വന്നു. Rio, what's your name? Vegana. Rio, what's your name? Vegana. Rihana. Okay. How are you? Fine. പിന്നെ വേറെന്താ പറയാ? What's your Amma's name? Taya. What's your Acha's name? Doni. Oh. What's your Amma's name? Tala. What's your Muttachan's name? Kini Vutata. What's your Acha's name? Kista. Kista. Krishna. Okay. What's your Achama's name? Daddy. Daddy. Okay. What's your Chitta's name? Tega. What's your Kunjacha's name? Akshay. Okay. Okay. What's
your Amai's name? Achu. Achu. What's your Mama's name? Damu. Damu. Damu, Lady. Ram. Dam. Ram, Mama. No. Na amam. Ah. Piti tada. Woo. Woo. Ona tada piti tada. Ona tada. Amma doctor. Amma doctor. Amma Amma doctor. tada. പിന്നെ Baba tada. Vava doctor. Okay, ശരി. Hi. What's your name? Hey. Amma tada. Ah, okay, sorry. Vavella doctor. Vava ചോദിക്കൂ പേര്. What's your name? My name is Shreya. Yeah. Apple. Fever doctor. Fever ഉണ്ട് ഇവിടെ. അടുത്ത് തരൂ ടാബ്ലെറ്റ്സ് പ്ലീസ്. തരൂ ബോംബ്ലെറ്റ്സ്. ടാബ്ലെറ്റ്സ് പ്ലീസ്. തരൂ ടാബ്ലെറ്റ്സ് തരൂ. താങ്ക് യു. വെള്ളം. താങ്ക് യു.